ഗോവിന്ദ ഉത്തിഷ്ഠ ഗരുഡധ്വജ ഉത്തിഷ്ഠ കമലാകാന്ത ത്രൈലോക്യം മംഗളം ഗുരു. ഇത് ഞാൻ ഒരു വിദ്യാലയത്തിൽ പോയ അധ്യാപകന്റെ നാവിൽ തുമ്പിൽ നിന്നുകൊണ്ട് കേട്ട വാക്കല്ല. ഇത് ഞാൻ ഏതെങ്കിലും വിദ്യാലയത്തിൽ പോയിട്ട് പാഠപുസ്തകത്തിന്റെ വരികളോടുകൂടി കരങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ പാടി പഠിച്ച വാക്കല്ല. ഇത് ഞാൻ എല്ലാ ദിവസവും പ്രഭാത സമയത്ത് വീട്ടിൽ നിന്നുകൊണ്ട് ഉറക്കമുളക്കുമ്പോൾ ആ സമയത്ത് എന്റെ വീടിന്റെ ചാരത്തിൽ നിന്നുകൊണ്ടുള്ള ക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് ഞാൻ കേട്ട് പഠിച്ച വാക്കൾ. അന്നൊന്നും ഇത്രമാത്രം വർഗീയമായുള്ള ചിന്തകൾ ഉണ്ടായില്ല. അന്നൊന്നും ഇത്രമാത്രം സ്വഭാവത്തിനോ ഇല്ലെങ്കിൽ മറ്റുള്ള രീതികൾക്കോ ഒന്നും ഒരു വർഗീയമായ ചിന്താഗതിയോടുകൂടി ആരും കണ്ടിട്ടുണ്ടായില്ല. പക്ഷേ കാലം മാറിയപ്പോൾ കോലവും മാറി എന്ന് പറഞ്ഞതുപോലെ തന്നെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് എല്ലാവർക്കും സ്നേഹത്തോടുകൂടി കഴിയട്ടെ. ഒരു ഇടതുപക്ഷ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ മറക്കാൻ കഴിയാത്ത സ്ഥലമാണ് ഇവിടെയുള്ള കണ്ണൂർ കൂത്തുപറമ്പ് എന്ന് പറയുന്ന സ്ഥലം, അല്ലെ? കൂത്തുപറമ്പ് എന്ന് പറയുന്ന രക്തസാക്ഷികളുടെ നാടൻ. ആ നാട് ഒരു ഇടതുപക്ഷത്തിനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത നാടാണ് കൂത്തുപറമ്പ്. ആ കൂത്തുപറമ്പിൽ നാളുകൾക്ക് മുമ്പ് 2 മനുഷ്യന്മാർ ജീവിച്ചിരുന്നു. ആ കൂത്തുപറമ്പിൽ നാളുകൾക്ക് മുമ്പ് 2 മനുഷ്യന്മാർ ജീവിച്ചിരുന്നു. മങ്ങാട്ടച്ഛനും കുഞ്ഞാമി മിസ്റ്റാരും, അല്ലെ? മങ്ങാട്ടച്ഛന്റെ പേര് പറഞ്ഞാൽ കുഞ്ഞാമി മിസ്റ്റാരും നമുക്ക് മറക്കാൻ പറ്റില്ല. അവർക്ക് എന്തുകൊണ്ട് ഒരുമിച്ചിരിക്കാമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഒരുമിച്ചിരിക്കാൻ കഴിയുന്നില്ല? അതുകൊണ്ട് ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. ഞാൻ ദീർഘമായി സംസാരിച്ചാൽ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും സ്നേഹത്തോടു കൂടി കഴിയാം. ശ്രീരാമൻ ലക്ഷ്മണനോട് ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ലക്ഷ്മണന് കൊടുത്ത ഏറ്റവും വലിയ സമ്മാനം അതൊരു പുഞ്ചിരിയാണെങ്കിൽ നമുക്ക് പരസ്പരം അങ്ങുമെങ്ങും പുഞ്ചിരിക്കാം. സ്നേഹത്തോടുകൂടി ഐക്യത്തോടുകൂടി നിറത്തെയും വർഗത്തെയും മാറ്റിവെച്ചുകൊണ്ട് എല്ലാവർക്കും പരസ്പരം അങ്ങുമങ്ങും സ്നേഹിച്ചുകൊണ്ട് ആ റിമെമ്പർ ഹ്യൂമാനിറ്റി, മനുഷ്യത്വമുള്ള മനുഷ്യനുള്ള മനസ്സുള്ള മനുഷ്യനെ പോലെ അങ്ങുമങ്ങും സ്നേഹത്തോടുകൂടി ജീവിക്കാമെന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ഈ സദസ്സിലേക്ക് എന്നെ വിളിച്ച ഇവിടെയുള്ള ഈ സംഘാടകർക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ കൃത്യമായിട്ട് നിങ്ങളോട് 1000 നന്ദി ഞാൻ പറയുകയാണ്. ഇനിയും ഇതുപോലെ സദസ്സുകൾ ഉണ്ടാവട്ടെ, ഇനിയും ഇതുപോലെയുള്ള ചേർത്തിരിപ്പുകൾ ഉണ്ടാവട്ടെ, ഇനിയും ഇതുപോലെ കാണാൻ നല്ല ഭംഗിയും നല്ല സൗകുമാരതയുള്ള മുസ്ലിം സമുദായങ്ങളും പള്ളിയിലെ ഉസ്താദും അതുപോലെ തന്നെ സഹോദരങ്ങളും അണിനിരക്കുന്ന ഒരു കണ്ണം ചിപ്പിക്കുന്ന നല്ല നല്ല കാഴ്ചകൾ സൃഷ്ടിക്കുന്ന ഒരു സദസ്സ് ഇനിയും ഈ വള്ളിപ്പിലാവിന്റെ മണ്ണിൽ പ്രശോഭിതമായി വരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എന്റെ പേരിലെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.